Hello everyone, welcome to Bosco Campus Vision. Today I am discussing the topic Input Devices in Introduction to Information Technology. Let's see the components of hardware. So previous lectureൽ നമ്മൾ ഹാർഡ്വെയർ എന്താണെന്നും അതിൽ നമുക്ക് സിലബസിൽ ഡിസ്കസ് ചെയ്യുന്ന ചില ഹാർഡ്വെയർ കമ്പോണൻസുമാണ് കണ്ടത്. ഉദാഹരണത്തിന് CPU, ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെ. സോ ഇവിടെ നമ്മൾ ഒന്നും കൂടെ ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്യുവാണ്. ദറ്റ് മീൻസ് ഒരു ഹാർഡ്വെയറിന് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുവാണ്. അപ്പോൾ ഒരു ഹാർഡ്വെയറിനെ നമുക്ക് 5 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കമ്പോണൻസിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, പ്രോസസ്സിംഗ് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരു ഹാർഡ്വെയർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് ഡിവൈസുകൾ കാണും, പ്രോസസ്സ് ചെയ്യുന്ന ഡിവൈസുകൾ കാണും, ഔട്ട്പുട്ട് കാണുന്ന ഡിവൈസുകൾ കാണും, സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കും. സോ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന 5 കാറ്റഗറിയിൽ പെടുന്നവയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാറ്റഗറി വെച്ചിട്ട് നമ്മളിതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ഈസി ആയിരിക്കും. സോ ഇതിൽ എല്ലാം നമ്മൾ സിലബസിൽ പറയുന്നില്ലെങ്കിലും നമ്മൾ ജനറലായിട്ട് ഈ ഹാർഡ്വെയറിനെ പറ്റി പഠിക്കുമ്പം ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് എന്തൊക്കെയാണ് ഈ കമ്പോണൻസിൽ അടങ്ങിയിട്ടുള്ളതെന്നൊന്ന് നോക്കാം. സോ ഇൻ കമ്പോണൻസ് ഓഫ് ഹാർഡ്വെയർ, ഫസ്റ്റ് വൺ ഇസ് ഇൻപുട്ട് ഡിവൈസ്. സോ നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊടുക്കേണ്ട ഇൻപുട്ടുകൾ സ്വീകരിക്കുന്ന ഡിവൈസുകളാണ് ഇവയെല്ലാം. മൗസ്, കീബോർഡ്, ജോയ്സ്റ്റിക്, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് സ്ക്രീൻ, സ്കാനേഴ്സ്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, വെബ്ക്യാം, മൈക്രോഫോൺ ആൻഡ് ബാർകോഡ് റീഡർ. സോ ഇത്രയും കാറ്റഗറിയാണ് ഇൻപുട്ട് ഡിവൈസിൽ വരുന്നത്. ഇനി പ്രോസസ്സിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോൾ സി പി യുവിൻ്റെ അകത്ത് തന്നെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ആൻഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്. സോ നമ്മൾ ഈ സി പി യുവിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ കൺട്രോൾ യൂണിറ്റും അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റും മെമ്മറി യൂണിറ്റും നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന റാമും റോമും ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഇതിൽ കുറച്ച് സെക്ഷൻ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തതായിട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ വരുമ്പോൾ മോണിറ്ററുണ്ട്, സ്പീക്കറുണ്ട്, പ്രിൻ്ററുണ്ട്, പ്ലോട്ടേഴ്സ് ഉണ്ട്. അതിൽ മോണിറ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മോണിറ്ററിൽ തന്നെ CRT, കാഥോഡ് റേ ട്യൂബും LCD നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ LED ആണ് റിമൈനിങ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ടേപ്പ് സിസ്റ്റം ഉണ്ട് സ്റ്റോറേജിന്, പഞ്ച്ഡ് പേപ്പർ ടേപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, CD, DVD, ബ്ലൂറേ ഡിസ്ക്, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, ഇവയെല്ലാം സ്റ്റോറേജ് ഡിവൈസിൽ പെടുന്നതാണ്. ഇനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, യൂസേഴ്സിന് പല സ്ഥലത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പലയിടത്ത് ഇരുന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നവയാണ് മോഡം, NIC, ദാറ്റ് ഈസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, വൈഫൈ കാർഡ്സ്, റൂട്ടർ എക്സെട്ര. സോ ഇത്രയുമാണ് ഹാർഡ്വെയറിൻ്റെ കമ്പോണൻസും അതിൻ്റെ അകത്ത് വരുന്ന ഡിവൈസുകളും. സോ ഇത്രയും കമ്പോണൻസിൻ്റെ കാറ്റഗറി നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസസ്. സോ ഇൻപുട്ട് ഡിവൈസസ് ആർ യൂസ് ടു ഫീഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻസ്ട്രക്ഷനെ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്. ഡിഫറെൻറ്റ് ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കണ്ടു. അതിൽ ഒന്നാമത് കീബോർഡ്. നമുക്കറിയാം എന്താണ്, ടൈപ്പ് റൈറ്ററിന് സിമിലർ ആയിട്ട് ഏറ്റവും ഫെമിലിയർ ആയിട്ടും കോമൺ ആയിട്ടും കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് കീബോർഡ്. സോ നമുക്ക് ന്യൂമറിക് ഡേറ്റ, ടെക്സ്റ്റ് ഡേറ്റ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇവയൊക്കെ ഈ കീബോർഡിലൂടെ എൻ്റർ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിന് 84 കീസേ ഉള്ളൂ. എൻഹാൻസ്ഡ് കീബോർഡ് ആകുമ്പോൾ 101 കീസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാവും. പേഴ്സണൽ കമ്പ്യൂട്ടർ യൂസസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീബോർഡ്സ്. ഇനി പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമുക്ക് പലതരത്തിലുള്ള കീബോർഡ് അറ്റാച്ച് ചെയ്യാം. മൾട്ടിമീഡിയ കീബോർഡ് ഉണ്ട്, ഇൻ്റർനെറ്റ് കീബോർഡ് ഉണ്ട്, വയർലെസ് കീബോർഡ് ഉണ്ട്. മൾട്ടിമീഡിയ കീബോർഡ് എന്ന് പറഞ്ഞാൽ അറിയാം,
മൾട്ടിമീഡിയ ഡിസൈനിങ്ങിന് വേണ്ടി യൂസർ യൂസ് ചെയ്യുന്ന കീബോർഡാണ്. ഇനി ഇൻ്റർനെറ്റ് കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കീബോർഡാണ്. അതുപോലെ തന്നെ വയർലെസ് കീബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വയർഡ് കണക്ഷൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ കീബോർഡിനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ വൺ ഓഫ് ദ ഇൻപുട്ട് ഡിവൈസ് കീബോർഡ്. നെക്സ്റ്റ് ഡിവൈസസ് മൗസ്. നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് മൂവ്മെൻറ്റ്സ് പോസിബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മൗസ്. ഇറ്റ്സ് ദ മോസ്റ്റ് പോപ്പുലർ പോയിൻറ്റിംഗ് ഡിവൈസ്, വെരി ഫേമസ് കർസർ കൺട്രോൾ ഡിവൈസ് ഹാവിങ് എ സ്മോൾ പാം സൈസ് ബോക്സ് വിത്ത് എ റൗണ്ട് ബോൾ ആസ് ഇറ്റ്സ് ബേസ്. അപ്പോൾ ഒരു പാം സൈസിലുള്ളൊരു ചെറിയ സ്മോൾ ബോക്സ് ലൈക്ക് ഷേപ്പാണ് മൗസിനുള്ളത്. കർസർ കൺട്രോൾ ഡിവൈസാണിത്. സോ ഒരു റൗണ്ട് ബോൾ ഈ പാം സൈസ് ബോക്സിൻ്റെ ബേസിലുണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സ്ക്രോൾ ചെയ്യുന്ന ഒരു റൗണ്ട് ഉണ്ടായിരിക്കും. ഇറ്റ് സെൻസസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൗസ് ആൻഡ് സെൻസ് കറസ്പോണ്ടിങ് സിഗ്നൽ ടു ദ CPU വെൻ ദ മൗസ് ബട്ടൺ ആർ പ്രസ്ഡ്. സോ മൗസ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൗസിൻ്റെ മൂവ്മെൻറ്റ്സിനെ സെൻസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സിഗ്നലാക്കി മാറ്റി CPU സെൻഡ് ചെയ്യും. സോ ഒരു മൗസിലൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നടക്കുന്നത് ആ മൂവ്മെൻറ്റ് സെൻസ് ചെയ്തിട്ട് അത് കറസ്പോണ്ടിങ് സിഗ്നലാക്കി CPU അയക്കുകയാണ് ചെയ്യുന്നത്. ജനറലി ഇറ്റ് ഹാസ് 2 buttons, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബട്ടൺ, ആൻഡ് എ വീൽ ഇസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ബട്ടൺ. ഒരു ലെഫ്റ്റ് റൈറ്റ് ബട്ടൺ ഉണ്ടാവും, ഒരു വീൽ അതിൻ്റെ നടുക്ക് പ്രസൻ്റ് ആയിരിക്കും. സോ എ മൗസ് ക്യാൻ ബി യൂസ് ടു കൺട്രോൾ ദ പൊസിഷൻ ഓഫ് എ കർസർ ഓഫ് ദി സ്ക്രീൻ. അപ്പം സ്ക്രീനിലുള്ള കർസറിൻ്റെ പൊസിഷനെ കൺട്രോൾ ചെയ്യാൻ നമുക്കെപ്പോഴും മൗസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു ടെക്സ്റ്റ് എൻട്രി ചെയ്യാനൊന്നും മൗസ് ഹെൽപ്പ് ചെയ്യത്തില്ല, നാവിഗേഷൻ മാത്രമേ നടത്തത്തുള്ളൂ. സോ നെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസസ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് മൗസ് പോലെ തന്നെ ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. സ്ക്രീനിലുള്ള അല്ലെങ്കിൽ മോണിറ്ററിലുള്ള കർസർ പൊസിഷന് മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് എ സ്റ്റിക്ക് ഹാവിങ് എ സ്പെറിക്കൽ ബോൾ ആസ് അറ്റ് ഇറ്റ്സ് ബോത്ത് ലോവർ ആൻഡ് അപ്പർ എൻഡ്. ഒരു സ്റ്റിക്ക് ലൈക്ക് ഷേപ്പാണ്. അപ്പർ ലോവർ എൻഡിൽ ഒരു സ്പെറിക്കൽ ബോൾ ഉണ്ടായിരിക്കും. ദ ലോവർ സ്പെറിക്കൽ ബോൾ മൂവ്സ് ഇൻ എ സോക്കറ്റ്. താഴെയുള്ള സ്പെറിക്കൽ ബോൾ ഒരു സോക്കറ്റിലാണ് മൂവ് ചെയ്യുന്നത്. ദ ജോയ്സ്റ്റിക്ക് ക്യാൻ ബി മൂവ്ഡ് ഇൻ ഓൾ 4 ഡയറക്ഷൻ. ഓക്കെ, 4 ഡയറക്ഷനിൽ ജോയ്സ്റ്റിക്കിന് മൂവ് ചെയ്യാൻ പറ്റും. ദ ഫംഗ്ഷൻ ഓഫ് ജോയ്സ്റ്റിക്ക് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് മൗസ്. ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആൻഡ് പ്ലേയിങ് കമ്പ്യൂട്ടർ ഗെയിംസ്. കമ്പ്യൂട്ടർ ഗെയിംസും CAD-നും ഒക്കെയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്. സോ ജോയ്സ്റ്റിക്ക് ഇസ് എ പോയിൻറ്റിംഗ് ഡിവൈസ്. മറ്റൊന്ന് ട്രാക്ക് ബോൾ ആണ്. ട്രാക്ക് ബോൾ ഒരു ഇൻപുട്ട് ഡിവൈസാണ്. നോട്ട്ബുക്കിലും ലാപ്ടോപ്പിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. മൗസിന് പകരം ആണ് ഈ ട്രാക്ക് ബോൾ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബോൾ വിച്ച് ഇസ് ഹാഫ് ഇൻസേർട്ടഡ് ആൻഡ് ബൈ മൂവിങ് ഫിംഗേഴ്സ് ഓൺ ദ ബോൾ ദ പോയിൻറ്റർ ക്യാൻ ബി മൂവ്ഡ്. ഇപ്പം ഒരു ബോൾ ലൈക്ക് ഷേപ്പാണ്. അതുപോലെ തന്നെ ഫിംഗേഴ്സ്, ആ ബോളിൽ വെച്ചേക്കുന്ന ഫിംഗേഴ്സിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഇവിടെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്. സിൻസ് ദ ഹോൾ ഡിവൈസ് ഇസ് നോട്ട് മൂവ്ഡ്, എ ട്രാക്ക് ബോൾ റിക്വയർസ് ലെസ് സ്പേസ് ദാൻ എ മൗസ്. അപ്പോൾ ആ ഹോൾ ഡിവൈസ് മൂവ് ചെയ്യുന്നതിന് പകരം ഈ ട്രാക്ക് ബോളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഹോൾ ഡിവൈസ് മൂവ് ചെയ്യപ്പെടുന്നില്ല. ട്രാക്ക് ബോൾ കംസ് ഇൻ വേരിയസ് ഷേപ്പ് ലൈക്ക് എ ബോൾ, ബട്ടൺ ഓർ എ സ്ക്വയർ. പല രീതിയിൽ ട്രാക്ക് ബോൾ അവൈലബിൾ ആണ്. ബോളിൻ്റെ ഷേപ്പിൽ, ബട്ടൻ്റെ ഷേപ്പിൽ, അങ്ങനെ ട്രാക്ക് ബോൾ അവൈലബിൾ ആണ്. ഇത്രയേ ഉള്ളൂ. മൗസിൻ്റെ പോലെ തന്നെ ഫങ്ഷൻസ് ആണ്. പക്ഷേ എങ്ങനെയാണ്, ഒരു ബോൾ ലൈക്ക് ഷേപ്പാണ്. പകുതിയോളം ഇൻസേർഷനും മൂവിങ്ങും ഒക്കെ ആ ബോളിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന ആ ഒരു ഫിംഗർ മൂവ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ ഓൾസോ എ പോയിൻറ്റിംഗ് ഡിവൈസ് സിമിലർ ടു എ പെൻ. സോ ഒരു പെന്നിന് സിമിലർ ആണ് ഈ ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സെലക്ട് എ ഡിസ്പ്ലേഡ് മെനു ഐറ്റം, ഒരു ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മെനു ആയിട്ട് അത് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മോണിറ്റർ സ്ക്രീനിൽ പിക്ചേഴ്സ് ഡ്രോ ചെയ്യാനോ. സോ ഈ ലൈറ്റ് പെൻ കൺസിസ്റ്റ് ഓഫ് എ ഫോട്ടോ സെൽ ആൻഡ് എ ഒപ്റ്റിക്കൽ സിസ്റ്റം പ്ലേസ്ഡ് ഇൻ എ സ്മോൾ ട്യൂബ്. ഒരു ചെറിയ ട്യൂബിൻ്റെ അകത്ത് ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റവും ഒരു ഫോട്ടോ സെല്ലും അടങ്ങിയതാണ് ഈ ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. വെൻ ദ ടിപ്പ് ഓഫ് എ ലൈറ്റ് പെൻ ഇസ് റിമൂവ്ഡ് ഓർ മൂവ്ഡ് ഓവർ ദ മോണിറ്റർ സ്ക്രീൻ ആൻഡ് ദ പെൻ ബട്ടൺ ഇസ് പ്രസ്ഡ്. സോ ഈ പെന്നിൻ്റെ ടിപ്പ് ഭാഗം നമ്മൾ മോണിറ്റർ സ്ക്രീനിലൂടെ മൂവ് ചെയ്യണം. ആൻഡ് ആ ഒരു പെൻ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണം.
ആ ഒരു പേനയിലൊക്കെ ഉള്ള ഒരു ചെറിയ ബട്ടൺ അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ബട്ടൺ കണക്കത്തെ ആ ഒരു പെൻ ബട്ടൺ ഇതിൽ പ്രസ് ചെയ്യണം. എന്നിട്ട് ആ മോണിറ്റർ സ്ക്രീനിലൂടെ ഇതിങ്ങനെ മൂവ് ചെയ്യണം ആ ലൈറ്റ് പെന്നിൻ്റെ ടിപ്പ്. സോ ആ സമയത്ത് ഇറ്റ്സ് ഫോട്ടോസെൽ സെൻസിങ് എലമെൻറ്റ് ഡിറ്റക്ട്സ് ദ സ്ക്രീൻ ലൊക്കേഷൻ ആൻഡ് സെൻഡ് ദ കറസ്പോണ്ടിങ് സിഗ്നൽ ടു ദ CPU. ഈ സമയം ഫോട്ടോ സെല്ല് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എലമെൻസിനെ സെൻസ് ചെയ്തിട്ട് സ്ക്രീൻ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് സിഗ്നൽ CPU സെൻഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു ലൈറ്റ് പെൻ വർക്ക് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ ആ പെൻ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം മോഡിലൂടെ മൂവ് ചെയ്യുകയും ഫോട്ടോ സെല്ല് ആ സെൻസിങ് എലമെൻറ്റ് ഫോട്ടോ സെല്ലിൻ്റെ സെൻസിങ് എലമെൻറ്റ് ഉപയോഗിച്ച് സ്ക്രീൻ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയും കറസ്പോണ്ടിങ് സിഗ്നലായിട്ട് CPU പാസ് ചെയ്യുകയും ചെയ്യും. മറ്റൊന്ന് ഗ്രാഫിക് ടാബ്ലറ്റ്. ഇതൊരു ഇൻപുട്ട് ഡിവൈസാണ്. ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ടും ഈ CAD-ലും ഡേറ്റ എൻട്രി സൈറ്റ്സിലും എഞ്ചിനീയറിംഗ് വർക്ക് സ്റ്റേഷനിലൊക്കെയാണ് ഇങ്ങനത്തെ ഈ ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ടച്ച് സ്ക്രീൻ. ടച്ച് സ്ക്രീൻ നമുക്കറിയാം ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. നമുക്ക് ടച്ച് ചെയ്യുന്നതിലൂടെ തന്നെ സ്ക്രീൻ ടച്ച് ചെയ്യുന്ന വഴി നമുക്ക് ഈ അതിലുള്ള ടെക്സ്റ്റ് ആയാലും ഇമേജ് ആയാലും പിക്ചേഴ്സിനെയൊക്കെ എനേബിൾ ആക്കാൻ പറ്റും. ദ ടച്ച് സ്ക്രീൻ ഇസ് എ ഡിസ്പ്ലേ മോണിറ്റർ വിത്ത് വിച്ച് ദ യൂസർ ക്യാൻ ഡയറക്ട്ലി ഇൻട്രാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ബൈ ടച്ചിങ് ദ സ്ക്രീൻ. സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നത് വഴി ആ കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും യൂസറിന്. ദീസ് ഡിവൈസസ് ഡു നോട്ട് മേക്ക് യൂസ് ഓഫ് ദ കീബോർഡ് ആൻഡ് മൗസ് ഫോർ ഇൻപുട്ടിങ് ദ ഡേറ്റ ഇൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. സോ ഈ ഒരു സിസ്റ്റം ഒരിക്കലും കീബോർഡിൽ വഴിയോ മൗസ് വഴിയോ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് നമുക്ക് മാറ്റിയിട്ട് ഈ ഒരു രീതിയിലൂടെ ഇൻപുട്ട് ചെയ്യാൻ സഹായിക്കും. The touch screen is used in variety of applications such as cell phone, ATMs, PDAs and games. ഗെയിംസിലും ATMസിലും PDAസിലും സെൽ ഫോൺസിലും ഒക്കെ ടച്ച് സ്ക്രീൻസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മളിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനമാണ് ടച്ച് സ്ക്രീൻ. നമ്മളിപ്പോഴും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നതും ഒരു ടച്ച് സ്ക്രീൻ ആപ്ലിക്കേഷനാണ്. മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് സ്കാനർ. നമുക്കറിയാം ഫോട്ടോ കോപ്പി മെഷീൻ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അത് തന്നെയാണ് എക്സാക്ട്ലി സ്കാനർ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ. It is used when some information is available on paper and it is to be transferred to the hard disk of the computer for further manipulation. നമുക്കറിയാം ഇൻഫർമേഷന് പേപ്പറിലുള്ളതിനെ സ്കാൻ ചെയ്ത് ഹാർഡ് ഡിസ്കിലോട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് സ്കാനർ. സ്കാനർ ക്യാപ്ചർ ഇമേജസ് ഫ്രം ദ സോഴ്സ് വിച്ച് ആർ ദെൻ കൺവേർട്ടഡ് ഇൻ ടു എ ഡിജിറ്റൽ ഫോം ദറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ദ ഡിസ്ക്. സ്കാൻ ചെയ്യുമ്പോൾ ക്യാപ്ചർ ചെയ്യുന്ന ഇമേജസ് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഡിസ്കിൽ സ്റ്റോർ ചെയ്യും. These images can be edited before they are printed. പ്രിൻ്റ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് സ്കാനർ. നെക്സ്റ്റ് ഇസ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, MICR. MICR is an input device generally used in banks as there are large number of checks to be processed every day. സോ ഈ ഒരു മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ കൂടുതലും ബാങ്കിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒത്തിരി ചെക്കുകൾ ഒരു ദിവസം പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരും അവർക്ക്. So the bank's code number and check number are printed on the checks with a special type of ink that contains particles of magnetic material that are machine readable. So ഈ ചെക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട് നമ്പറും ചെക്ക് നമ്പറും ഒക്കെ ആ സ്പെസിഫിക് ചെക്കിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇങ്ക് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാം ഇൻഫോർമേഷൻ ഓരോന്നിലും എഴുതുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇങ്ക് ഉപയോഗിച്ച് ആ ഒരു നമ്പറിനെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ക് എന്ന് പറയുമ്പോൾ അതിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ പാർട്ടിക്കിൾസും ഉണ്ട്. ആ പാർട്ടിക്കിൾ മെഷീന് റീഡ് ചെയ്യാൻ പറ്റുന്നവയാണ്. സോ ദിസ് റീഡിംഗ് പ്രോസസ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, MICR. ഈ പ്രോസസ്സിനെയാണ് MICR എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് കണ്ടൻറ്റുള്ള ഇങ്ക് മെഷീന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ അത് ഇതിൽ ചെക്ക് ബുക്സിലും അല്ലെങ്കിൽ എവിടെയാണോ പ്രിൻ്റ് ചെയ്യേണ്ട സ്ഥലം അവിടെ പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് മെഷീൻ എടുക്കുമ്പോൾ മെഷീന് റീഡ് ചെയ്യാൻ പറ്റും. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് MICR ആർ ദാറ്റ് ഇറ്റ് ഇസ് ഫാസ്റ്റ് ആൻഡ് ലെസ് എറർ പ്രോ. സോ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എറർ സഹായിക്കും, അതുപോലെ തന്നെ എറർ കുറവായിരിക്കും ഇതിന്. സോ ദാറ്റ് ഇസ് MICR. മറ്റൊന്ന് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ, OCR. ഇതൊരു ഇൻപുട്ട് ഡിവൈസാണ് യൂസ് ടു റീഡ് എ പ്രിൻറ്റഡ് ടെക്സ്റ്റ്. പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റിനെ റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും.
So the OCR scans the text optically, character by character, converts them into a machine readable code. So ഒരു പ്രിൻ്റ് ടെക്സ്റ്റിനെ റീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെന്ത് ചെയ്യും, ടെക്സ്റ്റിനെ ഒപ്റ്റിക്കലി സ്കാൻ ചെയ്യും ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടർ. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും, മെഷീന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് സിസ്റ്റം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. So the OCR devices are popularly used in telebanking and in the processing of credit cards. ക്രെഡിറ്റ് കാർഡ്സിലും ടെലിബാങ്കിങ്ങിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. സോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ റീഡ് ചെയ്യും. നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രത്യേക രീതിയിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന കാർഡ് നമ്പറും പേരും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യും, നമ്മൾ മെഷീനിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ അത് റീഡ് ചെയ്യും. സോ ഇതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അനദർ ഇൻപുട്ട് ഡിവൈസ് ഇസ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OMR നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒന്നാണ്. OMR is a special type of optical scanner used to recognize the type of mark made by pen or pencil. നമ്മളൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് OMR ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി മാർക്ക് ചെയ്യാനുള്ള പ്ലേസ് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. പർട്ടിക്കുലർ പെന്നോ പെൻസിലോ കൊണ്ട് ആ ഒരു ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അത് ഒപ്റ്റിക്കൽ സ്കാനർ സ്കാൻ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ആ മാർക്കിങ്സ്. So it is used when one out of a few alternatives is to be selected and marked. ഇപ്പം കുറേ ഓൾട്ടർനേറ്റീവ്സിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള കേസസിലൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ റിങ്കിനെ മാത്രം സ്കാൻ ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇറ്റ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ ആൻസർ ഷീറ്റ്സ് ഓഫ് എക്സാമിനേഷൻ ഹാവിംഗ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ PSCയുടെ എക്സാംസും എൻട്രൻസ് എക്സാംസും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം OMR ഷീറ്റ് വഴിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഷീറ്റിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളപ്പോൾ അതിനെ ആൻസർ ചെയ്യാനായിട്ട് ഈ ഒരു പ്രത്യേക പെന്നോ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ആൻസർ ചെയ്യുകയും അത് ഈ OMR സ്കാനർ വഴി OMR ഷീറ്റിനെ സ്കാൻ ചെയ്യുമ്പോൾ അതിന് ആ പെൻസിൽ ഉപയോഗിച്ചിട്ടുള്ള പ്ലേസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. The OMR device generally scan the documents accurately and quickly. It will scan maximum 1000 documents per hour. ഒരു മണിക്കൂറിൽ 10,000 ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയും ഫാസ്റ്റാണത്. സോ ദാറ്റ് ഈസ് OMR. നെക്സ്റ്റ് ഇസ് ബാർകോഡ് റീഡർ. നമുക്കറിയാം, നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഗുഡ്സിൻ്റെയും പ്രോഡക്ട്സിൻ്റെയൊക്കെ അവിടെ ഒരു ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്, ബാർകോഡ്. സോ ഈ ബാർകോഡ് റീഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിവൈസ് യൂസ് ഫോർ റീഡിങ് ബാർകോഡ് ഡേറ്റ. അതിലുള്ള ആ ഡാർക്ക് ലൈൻസ് വെച്ചിട്ടുള്ള ബാർകോഡിലുള്ള ഡേറ്റയെ റീഡ് ചെയ്യും. സോ ബാർകോഡ് ഡേറ്റ ഈസ് ജനറലി യൂസ്ഡ് ഇൻ ലേബലിംഗ് ഗുഡ്സ്, നമ്പറിംഗ് ദ ബുക്സ് എക്സെട്ര. ബുക്കിൻ്റെ നമ്പറിങ്ങിനും ഗുഡ്സിൻ്റെ ലേബലിങ്ങിനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കാണാൻ പറ്റും, ആ ബാർകോഡ് റീഡ് ചെയ്തിട്ടാണ് സാധനത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഹാൻഡിൽ സ്കാനർ ഓർ മേ ബി എംബെഡഡ് ഇൻ എ സ്റ്റേഷനറി സ്കാനർ. അപ്പം ഒരു സ്കാനർ ഉപയോഗിച്ചായിരിക്കും ഇതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് കടയിലൊക്കെ ഇരിക്കുന്ന സ്റ്റേഷനറി സ്കാനർ അല്ലെങ്കിൽ സാധാ സ്കാനർ ഉപയോഗിച്ചിട്ട്. സോ ബാർകോഡ് റീഡർ സ്കാൻസ് എ ബാർകോഡ് ഇമേജ്. ബാർകോഡ് റീഡർ ബാർകോഡ് ഇമേജിനെ സ്കാൻ ചെയ്യത്തുള്ളൂ. അതിനെ ആൽഫോന്യൂമറിക് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ എന്ത് ചെയ്യും, വിച്ച് ഇസ് ദെൻ ഫെഡ് ടു ദ കമ്പ്യൂട്ടർ ദാറ്റ് ദ ബാർകോഡ് റീഡർ ഇസ് കണക്റ്റഡ് ടു. സോ ഇത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട്, ബാർകോഡ് റീഡറും കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിന് എടുക്കാൻ പറ്റും, ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് ബാർകോഡ് റീഡർ. നെക്സ്റ്റ് ഇസ് വെബ്ക്യാം. വെബ്ക്യാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ലാപ്ടോപ്പിൽ ആ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിൽ നമ്മളൊരു എക്സ്റ്റേണൽ ക്യാമറ പ്ലേസ് ചെയ്യും. സോ ഇതാണ് വെബ്ക്യാം എന്ന് പറയുന്നത്. So fixed on the top of the monitor and connected to a computer by a cable. In laptops, webcam is built in. അതായത് സ്ക്രീനിൻ്റെ ടോപ്പ് എഡ്ജിൽ നമുക്കിത് വെബ്ക്യാം കാണാൻ സാധിക്കും ലാപ്ടോപ്പിൽ. വെബ്ക്യാം ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ആ മോണിറ്ററിൻ്റെ മുകളിൽ നമ്മളൊരു കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യും. ദ യൂസ് ഫോർ ട്രാൻസ്ഫറിങ് വീഡിയോ ഡയറക്ട്ലി ഇൻ ടു ദ കമ്പ്യൂട്ടർ. നമ്മളുടെ വീഡിയോസ് ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ വെബ്ക്യാം വഴി വീഡിയോ കോൺഫറൻസിങ്ങും വീഡിയോ ഫോൺ കോൾസും ഒക്കെ നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റും. മറ്റൊന്ന് മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സൗണ്ടിന് ഒരു ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസാണ് ഫോൺ. സോ മൈക്രോഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് സൗണ്ടിന് ആക്സസ് ചെയ്തിട്ട് മൾട്ടിമീഡിയ പ്രസൻറ്റേഷനിലൂടെ അല്ലെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
വളരെ ലൗഡായിട്ട് ഈ ഒരു ഇൻഫർമേഷന് പാസ് ചെയ്യിക്കുക, ആംപ്ലിഫയറിലോട്ടൊക്കെ പാസ് ചെയ്യിക്കാനായിട്ട് ഈ മൈക്രോഫോൺ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയുമാണ് ഇൻപുട്ട് ഡിവൈസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. Assignment question: explain the different input devices in detail. I hope that all of you understand the session. Thank you.